സിംഗിൾ ക്രോഷ്യ പഠിച്ചാലോ? സ്ലിപ്പ് നോട്ട് ചെയ്ത് ഫസ്റ്റത്തെ ചെയിൻ മാർക്ക് ചെയ്തു, 10 ചെയിൻസ് ചെയ്ത് 10ാമത്തെ ചെയിനും മാർക്ക് ചെയ്തു. ഹുക്കിരിക്കുന്ന ഈ ഒരു ലൂപ്പ് ഒരിക്കലും നമ്മൾ ചെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. മാത്രമല്ല ഈ ഒരു സ്റ്റിച്ച് മാർക്കറിൻ്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ചെയിൻ നമ്മളിവിടെ ഇടുകയാണ്. ചെയിൻ 1. എന്നിട്ട് ഈ സ്റ്റിച്ച് മാർക്കർ ഇരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് വേണം ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് യാൺ വലിച്ച് പുറത്തേക്ക് എടുക്കുന്നു. ഇപ്പം എത്ര ലൂപ്പുണ്ട്? ഇപ്പം 2 ലൂപ്സ് ആയിട്ടുണ്ട് ഹുക്കുമ്മ. ഇനി വീണ്ടും യാൺ വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 1ാമത്തെ നമ്മളുടെ സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞു. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ഇരിക്കുന്നതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തത്. ഇനി കണ്ടിന്യൂ ചെയ്യൂ. 10ാമത്തെ സ്റ്റിച്ച് മാർക്കർ ഇരിക്കുന്ന ചെയിൻ്റെ ഉള്ളിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. 10ാമത്തെ ചെയിനും കഴിഞ്ഞിട്ടുണ്ട്. വി ഷേപ്പ് പോലെ തന്നെ വന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 10 സിംഗിൾ ക്രോഷ്യ ചെയ്തു. നമ്മൾ വർക്ക് ടേൺ ചെയ്യുകയാണ്. ദെൻ ചെയിൻ 1. ചെയിൻസിലേക്ക് വർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത്ര ചലഞ്ചിങ് അല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മാത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാക്ക് ലൂപ്പായി പോകും. അതുകൊണ്ട് ഈ 2 ലൂപ്സിൻ്റെ അടിക്കൂടെ വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഈ 2 ലൂപ്സിൻ്റെ അടിക്കൂടെ ചെയിൻ 1 ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരെണ്ണമുണ്ട്, നമ്മൾ മറന്നു പോകരുത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ 2 ലൂപ്സിൻ്റെയും അടിക്കൂടെ ഇട്ട് കൊടുത്തു. 9 ചെയിൻസ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കാണുന്നില്ല, ഇത് നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുള്ളതാണ്. ഇത് ഇവിടെ 2 ലൂപ്സ് ഉണ്ട്, അതായിരിക്കും നമ്മുടെ 10ാമത്തെ. കുറച്ച് റോകൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ എവിടെയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ഐദർ ഓൺ ദിസ് സൈഡ് ഓർ ദിസ് സൈഡ്. അപ്പോൾ നോക്കി ചെയ്യുക, കഴിയുമ്പോൾ കൗണ്ട് ചെയ്ത് ഉറപ്പുവരുത്തുക.